ശബരിമലയിൽ നെയ് വിൽപ്പനയിൽ ഗുരുതര ക്രമക്കേട് കണ്ടെത്തി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. ആടിയ ശിഷ്ടം നെയ്യ് വിറ്റതിൽ വലിയ തട്ടിപ്പ് എന്നതാണ് കണ്ടെത്തൽ. 13,679 പാക്കറ്റ് നെയ്യുടെ പണം ബോർഡ് അക്കൗണ്ടിൽ അടച്ചിട്ടില്ല എന്നത് കണ്ടെത്തുന്നു. വിശദാംശങ്ങളുമായി ബിനിൽ കൊച്ചിയിൽ നിന്ന്. ബിനിൽ, ഇപ്പോൾ കോടതിയുടെയാണോ അത് അന്വേഷണത്തിന്റെ കണ്ടെത്തലാണോ? ഏത് നിലയിൽ ഏത് തരത്തിലേക്ക് അന്വേഷണം ഇതുവരെ എത്തിയിട്ടുണ്ട്? എന്തൊക്കെ ഗൗരവമുള്ള ക്രമക്കേടുകളാണ്? രതീഷ, ഈ മകരവിളക്കിന്റെ തലേന്ന് ശബരിമലയിലെ മറ്റൊരു തട്ടിപ്പിന്റെ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറാണ് വിശദമായ ഒരു റിപ്പോർട്ട് തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നേരത്തെ തന്നെ നമ്മൾ ഹൈക്കോടതി ഇടപെട്ടതാണ് ഈ ആടിയ ശിഷ്ടം നെയ്യുടെ കാര്യത്തിൽ. ആടിയ ശിഷ്ടം നെയ്യിൽ വലിയ തട്ടിപ്പ് നടന്നിരുന്നത് നേരത്തെ ഈ മേൽശാന്തിയുടെയും തന്ത്രിയുടെയൊക്കെ മുറിയിൽ 100 രൂപയ്ക്ക് ഈ നെയ്യ് പാക്കറ്റ് ചെയ്ത് വിറ്റു എന്നത് തടഞ്ഞിരുന്നു. അത് യഥാർത്ഥത്തിൽ വിറ്റുകൊണ്ടിരുന്നത് ദേവസ്വം ബോർഡിന്റെ കൗണ്ടറുകൾ വഴിയാണ്. ആ കൗണ്ടറുകളിലും തട്ടിപ്പ് നടക്കുന്നു എന്ന വളരെ ഗുരുതരമായ കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ ഹൈക്കോടതി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് 13,679 പാക്കറ്റ് നെയ്യ്, ആ നെയ്യുടെ പണം അക്കൗണ്ടിൽ വന്നിട്ടില്ല. അതായത് 13,67,900 രൂപയാണ് അക്കൗണ്ടിൽ വരാത്തതായി കണ്ടെത്തിയിരിക്കുന്നത്. 100 മില്ലി ലിറ്റർ നെയ്യാണ് ഒരു പാക്കറ്റിൽ പൊതിഞ്ഞ് വിൽപ്പന നടത്തുന്നത്. അതിനുവേണ്ടി പാലക്കാട്ടെ ഒരു കോൺട്രാക്ടർ ഒരു പാക്കറ്റ് നെയ്യ് പൊതിയുമ്പോൾ 20 പൈസയാണ് കൊടുക്കുന്നത്. ആ കൃത്യമായ കണക്കുകൾ ഈ കോൺട്രാക്ടറുടെ കയ്യിലുണ്ട്. കോൺട്രാക്ടർ പാക്ക് ചെയ്ത് അത് കൗണ്ടറിൽ ഏൽപ്പിക്കുന്നു. പക്ഷേ കൗണ്ടറിൽ വിറ്റിരിക്കുന്ന നെയ്യും കോൺട്രാക്ടർ ഏൽപ്പിച്ചിരിക്കുന്ന പാക്കറ്റുകളും തമ്മിൽ ഒത്തുനോക്കുമ്പോൾ ഒരു തരത്തിലും യോജിക്കുന്നില്ല എന്നതാണ് ഹൈക്കോടതി. ഏത് കാലത്താണ്? ഒറ്റ സീസണിലാണോ? ഏത് കാലത്താണ് ഈ 13,679 പാക്കറ്റ് നെയ്യ്, ആടിയ ശിഷ്ടം നെയ്യ് കണക്കിൽപ്പെടാതെ വിറ്റഴിച്ചത്? പണം മറ്റാരെങ്കിലും കൊണ്ടുപോയത്? രതീഷ്, നമ്മൾ ഇതെല്ലാം പറയുന്നത് ഈ കഴിഞ്ഞ സമയങ്ങളിൽ നടന്നിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ്. പഴക്കമുള്ള കാര്യങ്ങളല്ല, ദിവസങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് കോടതിയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത്, ഈ പാക്ക് ചെയ്ത് കൗണ്ടറിലെത്തിയ നെയ്യും വിൽപ്പന നടത്തിയ നെയ്യുടെയും കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് ഈ വലിയ കുറവുണ്ടായിരിക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരു തരത്തിലും ഈ ദേവസ്വം ബോർഡ് എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത അവസ്ഥയിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോകുന്നു എന്നതാണ്. അവിടുത്തെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിലൊന്നും ഒരു വ്യക്തതയുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഇതിന്റെ ചുമതലയുണ്ടായിരുന്ന സുനിൽ കുമാർ പോറ്റി എന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ ഇതിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്നപ്പോൾ 68,200 രൂപ ആ നെയ് വിറ്റതിന്റെ പണം കൃത്യമായി പറഞ്ഞ സമയത്ത് കൗണ്ടറിൽ അടച്ചിട്ടില്ല എന്നതാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത്. ആ സുനിൽ കുമാർ പോറ്റിയെ സസ്പെൻഡ് ചെയ്തു എന്നതാണ് ഇപ്പോൾ നേരത്തെ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ബോധപൂർവമുള്ളതാണ് എന്നതാണ് ഈ കോടതി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. വിജിലൻസിന്റെ പ്രത്യേക സംഘം ഈ തട്ടിപ്പുകൾ, ശബരിമലയിൽ നടക്കുന്ന തട്ടിപ്പുകൾ അന്വേഷിക്കണം. 1 മാസത്തിനകം ഈ ആടിയ ശിഷ്ടം നെയ്യുടെ പേരിലുള്ള തട്ടിപ്പ് അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മറ്റൊരു ഇടപെടൽ കൂടി കോടതിയുടെ ഭാഗത്ത്. ഭക്തരുടെ മനം നിറയ്ക്കുന്ന അയ്യപ്പന്റെ വലിയ അന്തരീക്ഷം, മകരവിളക്കിന്റെ അന്തരീക്ഷം ശബരിമലയിൽ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു വിവരം കൂടി ഉണ്ടാകുന്നത്. കോടതിയുടെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാകുന്ന ആടിശിഷ്ടം നെയ്യ് അക്കാര്യത്തിൽ വിൽപ്പനയിൽ തട്ടിപ്പുണ്ടായി എന്ന നിലയിലാണ് ഇപ്പോൾ വിവരങ്ങൾ വരുന്നത്. കോടതി അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ബിനിലാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.